പടപ്പുകൾ ചെയ്യണ തെറ്റ്. പടച്ചോന്റെ പേര് ചൊല്ലി പലതരം ചാട കാട്ടി പടപ്പുകൾ ചെയ്യണ തെറ്റ്. പടപ്പുകൾ ചെയ്യണ തെറ്റ്. മാളികയിൽ മുടിചുടി വിളങ്ങും മലർ നാരി, തങ്കത്താള് പോലെ കതിർ കത്തി തിളങ്ങും പുതുനാരി. കനിമൊന്റെ പിറവിക്കന്നാമീനക്കോരൊളിവുണ്ടായേ, ഒളിവുണ്ടായേ. ആറ്റ് നോറ്റ് ഞാൻ കൊണ്ടോട്ടി നേർത്ത കാണാൻ പോയി. ഏറ്റം മൂറ്റം കൊള്ളും കാഴ്ച കണ്ടിട്ട ജവായി. 1921 മാപ്പിള മറുവെള്ളക്കാരോടേറ്റ് പടവേട്ടിയെ. കൊള്ളയും കൊലയും പലതന്ന് മലനാട്ടില് കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. കാനോത്ത് കഴിയുന്ന പെണ്ണ്, നല്ല കാക്കപ്പൂവിരിയുന്ന കണ്ണ്, കത്തി കത്തി തിളങ്ങുന്ന ചെത്തും തൊത്തും വിളങ്ങുന്ന മുത്തോടൊത്ത് മാറിയുന്ന പൊന്ന്, മുത്തോടൊത്ത് മാറിയുന്ന പൊന്ന്. പീതാവാദം നബിയെ മണ്ണ് കുഴച്ചു പടച്ചു മലക്കുകളോട് സുജൂദിടുവാൻ ചൊന്നേ. റബ്ബിൻ കൽപ്പന കേട്ടൊരു നേരം തീയാൽ പാടക്കപ്പെട്ടവൻ ഞാനീ മണ്ണാലുള്ള മനുഷ്യനെയൊട്ടും കുമ്പിടുകില്ലെന്നേ. എഴുവൻ കടന്തരശീലേറിയ നൂറുള്ള ഇമ്പരെ മാറുമകനായുള്ള സദുള്ള. എഴുവൻ കടന്തരശീലേറിയ നൂറുള്ള ഇമ്പരെ മാറുമകനായുള്ള സദുള്ള. കേരളപ്പിറവിക്കു മുമ്പേ തന്നെ മലബാറിലെങ്ങും പടർന്നു പരിചിതമായി തുടങ്ങിയ ശബ്ദം പിൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് ഏറെ പ്രിയങ്കരമായി മാറിയ ശബ്ദം. ജനഹൃദയങ്ങൾ നെഞ്ചോട് ചേർത്ത ആ ശബ്ദം, അതെ, വടക്കുങ്ങര മുഹമ്മദ് കുട്ടി എന്ന VM കുട്ടിയുടെ അനുഗ്രഹീത ശബ്ദം. മാപ്പിളപ്പാട്ടുകളെ ജനകീയവൽക്കരിക്കുന്നതിലും ജീവസുറ്റതാക്കുന്നതിലും മറ്റാരേക്കാളും വലിയ പങ്കുവഹിച്ച, പകരക്കാരനില്ലാത്ത അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലൂടെ, നറുമണം പൊഴിക്കുന്ന ഇശലുകളുടെ പൂന്തോപ്പിലൂടെ ഇതാ ഒരു അനുഭവയാത്ര. അസ്സലാമു അലൈക്കും മാഷേ. വലൈക്കും അസ്സലാം. ശില്പ, എന്നെ വന്നത് ദുബായിന്ന്? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ വരവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മളിപ്പം നമുക്ക് ഒരുമിച്ച് നമ്മൾ ദുബായിൽ ഷോ ചെയ്തു, 2-3 ഷോസ് ഒരുമിച്ച് ചെയ്തു ഈദിന്. അപ്പോൾ ആ സമയത്തെല്ലാം എനിക്ക് VM കുട്ടി മാഷിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ
അദ്ദേഹത്തിൻ്റെ ഗാനം നേരിട്ട് കാണാനും അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ മുതൽ എൻ്റെ മനസ്സിനുള്ളിലുള്ള ഒരു ആഗ്രഹമാണ് VM കുട്ടി മാഷിൻ്റെ ജീവിതം ഒന്നുകൂടി അടുത്ത് കാണാമെന്നുള്ളത്. വളരെ സന്തോഷം ശില്പ. അപ്പം ഇപ്പം എന്നെ പോലെ തന്നെ മാപ്പിളപ്പാട്ട് ആസ്വദിക്കുന്ന യുവതലമുറയിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ശരിക്കും മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ തലമൂത്ത കമ്പോസേഴ്സ് ആയിക്കോട്ടെ, ഗായകരായിക്കോട്ടെ, നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യ പേരുകളിൽ ഒന്ന് തന്നെയാണ് VM കുട്ടി മാഷിൻ്റെ. അപ്പോൾ എനിക്ക് പറ്റുന്നത്ര രീതിയിൽ മാഷിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് നോളജ് എടുക്കാനുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. ശില്പ പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഈ പുതിയ തലമുറക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പാടാനും പറയാനും എല്ലാം ഈ പ്രായത്തിലും ഞാൻ തയ്യാറാണ്. ഏത് സമയത്ത് വരുന്നതും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പാട്ട് എന്ന് പറയുന്നത് മാഷിന് ഒരു ഉള്ളിലൊരു താല്പര്യം വന്നതോ അല്ലെങ്കിൽ ആ ഒരു സിദ്ധി ഉണ്ടെന്ന് തോന്നിയതോ എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്, ഈ ഒരു യാത്ര തുടങ്ങിയത്? വളരെ ചെറുപ്പത്തിലെ പാട്ടുകൾ ഞാൻ കേട്ടിട്ട് അത് എൻ്റെ വീട്ടിൻ്റെ നേരെ മുന്നിലുള്ള വയലിൽ നിന്ന് ഇപ്പം ഞാറ് നടുന്ന പെണ്ണുങ്ങളുടെ നാടൻ പാട്ടുകളാണ് അന്ന് കേട്ടത്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു പാട്ട് ഇരമൻ തമ്പി എഴുതിയിട്ടുള്ള ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന ഒരു ഗാനമാണ്. സ്കൂളിൽ നിന്നാണ് അത്. പിന്നെ ഞാൻ പ്രാഥമിക വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്ത് കോമളപ്പാടാവലി എന്നുള്ളൊരു പുസ്തകത്തിൽ താരാട്ട് പാട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് 2-3 വർഷം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ ഉടനെയാണ് ഒരു മാപ്പിളപ്പാട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട്. അത് എൻ്റെ വീട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ ധാരാളം വിരുന്നുകാർ വരുമായിരുന്നു. എൻ്റെ ഉപ്പയുടെ വകയിൽ ഒരു സഹോദരി പാണ്ടിക്കശാല ഫാത്തിമ കുട്ടി എന്ന് പറയുന്ന എൻ്റെ ഒരു അമ്മായിയാണ്. അവർ ധാരാളം പാട്ടുകൾ പാടിത്തരും. ഒരു 6 വയസ്സോ 7 വയസ്സോ ആയിട്ടുണ്ടാവും എനിക്ക് ആ കാലഘട്ടത്തിൽ. അത് കാളപൂട്ടിനെ കുറിച്ചിട്ടൊരു പാട്ടാണ്. കാളപൂട്ട്, അതായത് മാഷ് ഇപ്പോഴും ദുബായിലും അങ്ങനെ പല സ്റ്റേജിലും പോയി കഴിഞ്ഞാൽ മാഷ് ഉഷാറോടെ തന്നെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ ആദ്യമായിട്ട് പഠിച്ച പാട്ടാണ്. അത് തന്നെയാണ് ഞാൻ സ്റ്റേജിലും പാടിയിട്ടുള്ളത്. ആ പാട്ടുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് രംഗത്ത് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ ഫറോക്ക് ഗണപതി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പാട്ടാണ്. ഈ കാളപൂട്ട് എന്ന ഗാനം പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ രചയിതാവ് ആരാണെന്നൊന്നും എനിക്കറിഞ്ഞൂടെ. കുറച്ച് വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ രചയിതാവ് ആരാണെന്നുള്ള അന്വേഷണം ഞാൻ തുടങ്ങിയത്. അപ്പോഴാണ് എറണാകുളത്തിലെ പ്രശസ്ത കവി പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ പിന്നെ കാളപൂട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഗാനം. കാളപൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാളപൂട്ട് ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനോട് താല്പര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ പാട്ട് കേൾക്കാനും പിന്നെ പാടാനും ഏത് സമയത്തും എനിക്ക് താല്പര്യം, വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ച പാട്ട്, ആദ്യമായിട്ട് റേഡിയോയിൽ പാടിയ പാട്ട്. ആദ്യമായിട്ട് ഈ പാട്ട് പിന്നെ ഞാൻ സ്റ്റേജിൽ പാടുന്നത് 1950-ലാണ്, എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഓർക്കസ്ട്ര വെച്ചിട്ട്. പിന്നീട് 55-ൽ ആകാശവാണിക്ക്, കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഈ ഗാനം തന്നെയാണ് പാടിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാസറ്റുകളിൽ പാടി. മാഷിപ്പോൾ പറഞ്ഞു മാഷിന് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ആ പാട്ട് പാടാൻ ഇന്നും സന്തോഷമേ ഉള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഇപ്രാവശ്യം ഞാനത് ശ്രദ്ധിച്ചിരുന്നു. കാളപൂട്ട് പാടുമ്പം ഇങ്ങനെ ജനങ്ങളുടെ ഓളമായിരുന്നു അവിടെ ആ സ്റ്റേജിൽ കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ആ പാട്ട് നല്ലൊരു കാളപൂട്ടിൻ്റെ അതിശയം പലരുമെ പറഞ്ഞേ പൂതി, എൻ്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞേ ചേതി. കാളപൂട്ടിൻ്റെ അതിശയം പലരുമെ പറഞ്ഞേ പൂതി, എൻ്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞേ ചേതി. കാളപൂട്ടിൻ്റെ അതിശയം പലരുമെ പറഞ്ഞേ പൂതി, എൻ്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞേ ചേതി. എണ്ണം അനവധിയുണ്ട്,
പാടിയതിലുണ്ട് കാളകൾ മറ്റനവധിയുണ്ട് കന്ന് ഒരു ജോഡി തെളിച്ചു കുടന്ന് വടിയുള്ളവരൊക്കെയും വന്ന് മുഖം വെച്ചിയമച്ച് ഗണിച്ച് തെളിച്ച് നേര് മൂലന്റെ അതുവരെ വടിവെച്ചുരച്ച് കയറ്റി കണ്ണിനെ നീർന്ന് മണ്ടാനിട കൊടുക്കാതെ ജനങ്ങള് പാറ്റി കാളപൂട്ടിന്റെ അതിശയം പലരുമേ പറഞ്ഞേ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിന ഞാൻ ചെന്നണഞ്ഞേ ചേതി പേരികൊള്ളെ അട്ടഹസിച്ചടിയും പീഡമുള്ള മിടിങ്ങൊല്ലു വടിയും പേരികൊള്ളെ അട്ടഹസിച്ചടിയും പീഡമുള്ള മിടിങ്ങൊല്ലു വടിയും ഓരവാലി പിടിച്ചിട്ട് കടിയും പൂട്ട് തീർന്നാൽ മടക്കത്തിനിടിയും പേടി കടന്നിട്ടൊരു ചുറ്റതിലോടി വടിയുള്ളവരെല്ലാരും കൂടി കെണി മുറ്റടി പറ്റിടും ഒറ്റടി മുട്ട് കുയിൽ അനവധി പേറി തെളിച്ച് വന്ന് ഒപ്പം തന്നെ പട്ടും വളയും എടുത്ത് കൊടുത്തിടുന്നീ കാളപൂട്ടിന്റെ അതിശയം പലരുമേ പറഞ്ഞേ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിന ഞാൻ ചെന്നണഞ്ഞേ ചേതി കാളപൂട്ടിന്റെ അതിശയം പലരുമേ പറഞ്ഞേ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിന ഞാൻ ചെന്നണഞ്ഞേ ചേതി. ഞാൻ കാളപൂട്ട് മാഷിന്റെ പാടുന്ന വേർഷനാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അമ്മായി മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു ട്യൂണും ഏകദേശം ഇത് തന്നെയാണോ? അത് അടിസ്ഥാനപരമായിട്ട് ഇതാണെങ്കിലും കൂടി അത് നാടൻ ശൈലിയിലല്ലേ പാടുക. ഞാനത് സ്റ്റേജിലേക്ക് വന്നപ്പോൾ പിന്നെ കുറച്ച് പൊടിപ്പും തൂങ്ങലൊക്കെ വെച്ചുകൊണ്ട് ചെറിയ അടിസ്ഥാന ട്യൂണിൽ നിന്ന് മാറാതെ കണ്ടിട്ട് ചെറിയ തോതിൽ പാടിയെന്ന് മാത്രം, ചെറിയ മാറ്റം വരുത്തി. കാളപൂട്ട് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് സംഘൃത പമകരി എന്ന് പറയുന്നത്. അപ്പം ഇപ്പം മാഷ് ഒരു പരിപാടിക്ക് പോയാൽ മാഷ് തീർച്ചയായിട്ടും ആ പാട്ട് ജനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. പക്ഷെ മാഷ് ഇല്ലെങ്കിൽ പോലും പുതിയ പ്ലേ ബാക്ക് സിംഗേഴ്സ് വരെ ഏതെങ്കിലും സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ സംഘൃത പമകരി അവിടെ പാടിയിരിക്കും. കാരണം അത്രയുമാണ് ജനങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടം. അപ്പം മാഷിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ സംഘൃത പമകരി എന്ന ഈ പോപ്പുലർ സോങ്ങിന്? കാളപൂട്ട് പോലെ തന്നെ വളരെ വർഷത്തെ പഴക്കമുണ്ട് ഈ പാട്ടിന്. ഞാനിത് 46-47 കാലഘട്ടങ്ങളിൽ എന്നെ പഠിപ്പിച്ചത് എൻ്റെ നാട്ടിലുള്ള ഒരു മാപ്പിളക്കവി ഉണ്ടായിരുന്നു, ഇരുമ്പൊഴി മുഹമ്മദ് എന്ന അദ്ദേഹമാണ് ഈ പാട്ട് എഴുതി തന്നെ എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഇതിൻ്റെ രചയിതാവ് വാഴപ്പുള്ളി മുഹമ്മദ് എന്ന കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വർഗകന്യകളെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്, മാപ്പിള കവിയുടെ ഭാവനയാണത്. അപ്പോൾ ഈ പാട്ട് ഞാൻ ഇതേപോലെ തന്നെ കാളപൂട്ടിനോടൊപ്പം തന്നെ ആദ്യത്തെ സ്റ്റേജ് 950 ഫറോക്ക് ഗൺപറ്റ സ്കൂളിൽ ഓർക്കസ്ട്ര വെച്ചിട്ട് പാടി. പിന്നെ റേഡിയോയിൽ 55 റേഡിയോ സ്റ്റേഷനിൽ പാടി. അതിന് ശേഷം പിന്നെ ഞാൻ ഗ്രാംഫോൺ റെക്കോർഡ് 963 ആണ് ഞാൻ തന്നെ മദ്രാസ് പോയിട്ട് പിന്നെ റെക്കോർഡ് ചെയ്തത് പാട്ട്. അന്നത്തത് പഴയ ഒരു ഈണമുണ്ട് മാപ്പിളപ്പാട്ടിൽ, കെസ് രീതി. ആ കെസ് രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കുറച്ച് ചടുല താളത്തിൽ, മാപ്പിളപ്പാട്ടിലെ ഏറ്റവും ചടുല താളമാണ് ഈ കെസ് രീതി. ആ രീതിയിലുള്ള പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു, ഗ്രാംഫോൺ റെക്കോർഡ്. അത് അന്ന് ഗ്രാംഫോൺ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏതോ ഒരു ഗ്രാംഫോൺ ഒക്കെ ഉണ്ടാവുള്ളൂ ആ കാലഘട്ടങ്ങളിൽ നാട്ടിലാകെ. അത് ഏതെങ്കിലും ഹോട്ടലിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് പിന്നീട് കാസറ്റ് യുഗം വന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ ഈ പാടിയ പാട്ട് ഏതാണ്ട് പിന്നെ കല്യാണ വീടുകളിലൊക്കെ മാത്രമേ കേട്ടിരുന്നുള്ളൂ. പിന്നെ അത് എല്ലാ വീടുകളിലേക്കും എത്തിയത് ഞാൻ 978 പിന്നെ ഗൾഫിൽ പര്യടനത്തിന് ചെന്നപ്പോഴേ അവിടെ സ്റ്റേജിൽ ഈ പാട്ട് പാടി. അതോടുകൂടിയിട്ടാണ് അത് കാസറ്റിലേക്ക് വന്നത്. പിന്നെ കാസറ്റ് യുഗമായി. ആ കാസറ്റിൽ പിന്നെ
യേശുദാസിനെ കൊണ്ടാണ് 83 ഞാൻ ആ പാട്ട് റെക്കോർഡ് ചെയ്യിക്കുന്നത്. ഓ, അപ്പൊ 83 ദാസേട്ടൻ ഈ പാട്ട് പാടുന്നത്. ദാസേട്ടനെ കൊണ്ട് ഞാൻ പാടിക്കുന്നത്. മാഷിന്റെ ശബ്ദത്തിലായിരുന്നു ശബ്ദത്തിൽ ജനങ്ങൾക്ക് തന്നെയായിരുന്നു ഈ പാട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതും യേശുദാസ് ഞാൻ പാടിയതുപോലെ തന്നെയാണ് പാടിയത്. അദ്ദേഹത്തിന് ഒരാഴ്ച പിന്നെ തിരുവനന്തപുരം താമസിച്ചിട്ട് പഠിപ്പിച്ചിട്ടാണ് ഈ പാട്ട്. ഒരു പാട്ട് പാടാൻ 2 ദിവസം എടുത്തു വന്ന് യേശുദാസ്. അത്രയധികം സ്ട്രെയിൻ എടുത്തിട്ടാണ് യേശുദാസ് ഈ ഗാനം ആലപിച്ചത്. ഇപ്പൊ ഗ്രാമഫോണിൽ റെക്കോർഡ് ചെയ്ത ഒരു പാട്ട് സംഗീത മമകരി എന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യം 83 അല്ല, ഏത് വർഷമായിരുന്നു പക്ഷെ അത്? 1963. പിന്നെ 83 ദാസേട്ടൻ പാടുന്നു അല്ലേ? അപ്പൊ അതിന്റെ ഒരു 2 വരി കേട്ടാക്കൊള്ളുന്നുണ്ട്. സംഗൃത പമകരി തങ്കത്തുങ്ക തതിങ്കിണ കെങ്കൃത ത്രുമികിടമേളം തകതം ധരി സരിഗ മതക്കിടജത്ത കെങ്കിണ തിം തിമി തളങ്കൃത താളം. സംഗൃത പമകരി രംഗത്തുങ്ക തതിങ്കിണ കിങ്കൃത ത്രുമികിടമേളം തകതം ധരി സരിഗ മതക്കിടജത്ത കെങ്കിണ തിം തിമി തളങ്കൃത താളം. സംഗൃത പമകരി രംഗത്തുങ്ക തതിങ്കിണ കിങ്കൃത ത്രുമികിടമേളം തകതം ധരി സരിഗ മതക്കിടജത്ത കെങ്കിണ തിം തിമി തളങ്കൃത താളം. സംഗൃതമോടെ തീരു സ്വർഗനകർക്ക് കഞ്ചത്തെ സുന്ദിര ഹുറുനിസ ചിത്തിരമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോനോ പിൻപഴങ്കതിരോനിലും മൊഞ്ചത്തെ പിണ്ടിടുൽ മുടി വര സംഗതി കൊണ്ട് തഞ്ചൊത്തെ ഒന്നുന്നേ മുടി വണ്ടിറകത്ത കറുപ്പ് വിരിപ്പം മിന്നുന്നേ മൂടഞ്ഞിട്ട് കുരിച്ചത് കെട്ടഴിച്ചിട്ടാൽ പിന്നിന്നേ അണപ്പെട്ടുൽ മാട്ടം പാടി വരെ സുത്ത കമ്മനിൽ വളവൊത്ത മികനൂസലും വട്ടത്തളിവതര മട്ട തിരുമുഖം തകതകം തങ്കത്തതിങ്കിണ കൃതി കീട സംസരിതം ഇല്ല തകതിമ്മി താളം കൃത ചുഞ്ചമൃതം സ്വർഗത്തലമില്ല പല തുന്നി കളി ചിരി കുളലികൾ സംഗൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ കിങ്കൃത ത്രുമികിടമേളം തകതം ധരി സരിഗ മതക്കിടയത്ത കെങ്കിണ ദിം ദിമ്മി താളം കൃത താളം. മലർധുടി ചപ്പിപ്പിടിയോ കവിൽ തടം ഇമ്പമുള്ള അതിശയവാക്കും തിരുചഞ്ചലിൽ മികവർണ്ണപ്പെട്ടേ വട്ട സുർമക്കണ്ണ കൊഞ്ചിച്ചേരിച്ച് വെട്ടും നോക്കും പൊൻപവിഴമേ ചുണ്ടും മുത്തണിവത്തെ വിധം പല്ലും അമ്പുടെ കണവർണ്ണ മൂക്കും മനം പൊങ്ങിടും വീണ വലിയും കരശങ്കും നാണിക്കുന്ന സംഗൃത ധ്വനി രസവാക്കും. കഴുത്തും കരുണക്കന്നിവരിത്തിട്ടെ എമ്പിടും മഹർ വീതി കരിമച്ചപ്പുക പുത്തിട്ടെ ഇമ്പക്കാര കഴുത്തും കരുണക്കന്നിവരിത്തിട്ടെ എമ്പിടും
മഹർ വീതി കരിമച്ചപ്പു കവുത്തിട്ടെ സമ്പ്രദയമോ കുഞ്ഞിക്കിന്നമോ വട്ടം ചുറ്റിട്ടെ സാരസക്കാനി കുറുമാമ്പഴമോ മുലയും ഒത്തിട്ടെ ജപ്പാനെ പാടും കക്കുടമോ ശരിയാതുലേ അതേ നിപ്പാനെ താരാം എപ്പോഴും എപ്പടി കപ്പിലമർപ്പടി കൊൽപ്പാനെ കൊതിയല്ല കമ്മല്ലിളകിയിട്ടും സുത്ത വളുത്തമ്മ സുവത്ത പത്രമോ വയർ പട്ടത്തരയത് കറ്റിട്ടൊരു പിടി തകതകജം തങ്കത്തതിങ്കിണ കൃതിയിട സംസരിതം കില്ല തകതിമ്മി തളങ്കൃത ചുഞ്ചിമൃതം സ്വർഗത്തലമില്ല പല തുന്നി കളിചിരി കുളരികൾ സംകൃത പമകരി രംഗത്തുങ്കത്തതിങ്കിണ കിങ്കൃത ത്രിമികിടമേളം തകതം ധരി സരിഗമതക്കിടയത്ത കെങ്കിണ ദിന്തിമി തളങ്കൃത താളം സംകൃത പമകരി രംഗത്തുങ്കത്തതിങ്കിണ കിങ്കൃത ത്രിമികിടമേളം തകതം ധരി സരിഗമതക്കിടയത്ത കെങ്കിണ ദിന്തിമി തളങ്കൃത താളം സംകൃത പമകരി രംഗത്തുങ്കത്തതിങ്കിണ കിങ്കൃത ത്രിമികിടമേളം തകതം ധരി സരിഗമതക്കിടയത്ത കെങ്കിണ ദിന്തിമി തളങ്കൃത താളം